ബിസ്മില്ല. 43 ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു. ടോട്ടലി 152-ലധികം വിദേശ പര്യടനങ്ങൾ നടത്തി. ഇതിൽ ആദ്യമായിട്ട് ചോദിക്കുന്ന കുറേ മുന്നേ നടന്നൊരു യാത്രയെക്കുറിച്ചാണ്. 1986 ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് ഹമീറായിക്കൊണ്ട് കപ്പലിലൊരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയെക്കുറിച്ച് ഈ അടുത്ത് മാധ്യമത്തിൻ്റെ ഒരു ഫീച്ചർ കണ്ടിരുന്നു. 1800ഓളം യാത്രികരുമായിട്ട് നടത്തിയ ആ ഒരു ആദ്യത്തെ കപ്പൽ യാത്രയുടെ അനുഭവങ്ങൾ, ഹൃദയസ്പർശിയായ അനുഭവമാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. കപ്പൽ യാത്രകൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. ആദ്യമായ കപ്പൽ യാത്ര 1986 ഹജ്ജ് വളണ്ടിയറായി കൊണ്ട് ഉള്ള യാത്രയായിരുന്നു. അന്ന് വളരെ ചെറുപ്പവുമാണ്. അന്തമാൻ്റെയും ചെന്നൈയുടെയും ഇടയിൽ ഓടിക്കൊണ്ടിരുന്ന അക്ബർ ഷിപ്പായിരുന്നു അന്ന് യാത്ര നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ആ ഒരേ ഒരു കപ്പൽ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഒരുപാട് കപ്പലുകൾ ഉണ്ടായിരുന്നു. 80കൾക്ക് ശേഷം പിന്നെ ആകെ ഈ ഒരൊറ്റ കപ്പലേ ഉള്ളൂ. അതിൽ 1800-ലധികം യാത്രക്കാരും 200ഓളം തൊഴിലാളികളും അടങ്ങുന്ന ഒരു വലിയ സംഘമായിരുന്നു. മലയാളികൾ 100-ൽ താഴെ 82 മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നു. ആ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കപ്പൽ യാത്ര എന്ന നിലയിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. എനിക്കത് വലിയ അത്ഭുതവും വലിയ താല്പര്യവുമായൊക്കെ തോന്നിയിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സാധാരണ ഇന്റർ ഐലൻഡ് സർവീസുകളൊക്കെ സൗകര്യങ്ങൾ വളരെ പരിമിതമായിരിക്കും. ഈ ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം 2-3 ക്ലാസ്സുകളുണ്ട്. ഒന്ന് ബങ്ക് ക്ലാസ്, അതുപോലെ ഫസ്റ്റ് ക്ലാസ്, അതും തന്നെ ലക്ഷറി, അങ്ങനെ എല്ലാം ഉണ്ട്. അതിൽ ഈ ബങ്ക് ക്ലാസ്സിലായിരുന്നു കൂടുതൽ യാത്രക്കാരും. ബങ്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ കടലിൻ്റെ ആ വാട്ടർ ലെവലിന് ഒപ്പായിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ കടൽ ചൊര കുറച്ച് കൂടുതലായിരിക്കും. ഏതായിരുന്നാലും അൽഹംദുലില്ലാ 9 ദിവസം കൊണ്ടാണ് ബോംബെയിൽ നിന്ന് കപ്പൽ കയറി ജിദ്ദയിലെത്തിയത്. അത് തുടക്കത്തിൽ കുറച്ച് സമയം കര കാണും, പിന്നീട് അനന്തമായ കടലിലാണ്. ഒരു അനന്ത വിഹായസ് തന്നെ. അടിയിൽ നോക്കിയാൽ ഒരു കടലാവുന്ന വിഹായസ്, മുകളിലേക്ക് നോക്കിയാൽ ആകാശം. ഇതല്ലാത്ത വേറൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനെ അതിൽ അൽഹംദുലില്ലാ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, ഡിസ്പെൻസറി ഉണ്ട്. പിന്നെ കപ്പലിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട എഞ്ചിനീയർമാരുണ്ട്, അതിൻ്റെ വർക്കർമാരുണ്ട്, ഒരുപാട് ജോലിക്കാരുമുണ്ട്. ഞാൻ അൽഹംദുലില്ലാ ജോലിക്കാരുമായൊക്കെ വളരെ അടുത്ത ബന്ധമായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെയൊക്കെ തന്നെയാണ് നിന്നിരുന്നതും താമസിച്ചിരുന്നതും ഭക്ഷണം കഴിച്ചിരുന്നതൊക്കെ. അത് മാത്രമല്ല, ആ കപ്പൽ ജീവനക്കാർക്ക് ഞാൻ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഹാജിമാർക്ക് ഒരു ക്ലാസ് എടുക്കും. അതിനുശേഷം മഗ്‌രിബിന് ശേഷം കപ്പൽ ജീവനക്കാരും നമ്മളും ഷിപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് അവരൊരു 10-30 മുസ്ലിം തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വളരെ രസകരമായൊരു കാലങ്ങളായിരുന്നു അത്. എന്നും മനസ്സിൽ ഓർത്തു വെക്കാവുന്നൊരു യാത്രയാണ് കപ്പൽ യാത്ര. അതിലുപരി എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വാർദ്ധക്യ ബാധിതരാണ്. ഒക്കെ 50ൻ്റെ മുകളിൽ പ്രായമുള്ള ഇതാണ്. അപ്പം ഞാനാണെങ്കിൽ അതിൽ ഏറ്റവും ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹയാത്രികരായി ഇന്ന് എൻ്റെ ഓർമ്മയിൽ കാര്യമായി ഒരാൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. മറ്റാരെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം 60ൻ്റെ മുകളിലാണ് അധിക ആളുകളും. അതിൽ പല ആളുകളും മരിച്ചതിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ദൂരദിക്കിലുള്ള ആരെങ്കിലും ഇനി ശേഷിക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. കാരണം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ ആ യാത്ര വളരെ സന്തോഷകരമായിരുന്നു. 4 മാസക്കാലമാണ് അന്ന് പോകാനും വരാനും മക്കയിലെ താമസവും എല്ലാം കൂടി ആയിട്ട് എടുത്തത്. ഏറ്റവും പ്രായത്തിലുള്ള ഒരു യാത്രയുമായിരുന്നു. ഒരുപാട് കപ്പൽ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അന്തമാനിലൊക്കെ ഒരുപാട് ഇന്റർ ഐലൻഡ് സർവീസുകൾ, അവിടെ ക്യാമ്പൽ ബേ, അതുപോലെ ഹഡ് ബേ, ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നല്ല ഒരു കപ്പൽ യാത്ര നടത്തിയത് ചൈനയിലെ ഷാങ്ങായിൽ നിന്ന് ജപ്പാനിലേക്കുള്ള ഒരു കപ്പൽ യാത്രയായിരുന്നു. അത് വിർഗോ, ഒരു വല്ലാത്ത ലക്ഷറി, ഒരു ആഡംബര കപ്പലാണ്. അതിൻ്റെ കപ്പാസിറ്റി 4000 യാത്രികരും 2000 തൊഴിലാളികളുമാണ്. പക്ഷെ നമ്മൾ അന്നാ കപ്പലിൽ 4000 യാത്രികരുണ്ടായിട്ടില്ല, എന്നാലും ഒരു 3000-ലധികം യാത്രികരുണ്ടായിരുന്നു. അവർക്ക് വേണ്ട സർവീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡൈനിങ് ഹാളൊക്കെ കണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ, കേട്ടാൽ വിശ്വസിക്കാൻ കഴിയില്ല. അത്രയും ഷിപ്പിന്റെ ഒരു ഭാഗം ഒന്നായിട്ട് ഡൈനിങ് ഹാളാണ്. ആ ഡൈനിങ് ഹാളിലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ്. പക്ഷെ അത് കൂടുതലും ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായ പന്നിമാംസം അതിൽ നന്നായിട്ടുണ്ടാവും. അത് വളരെ സൂക്ഷിച്ച് ഛർദ്ദിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഹലാലായ ഭക്ഷണം അവിടെ കഴിക്കാൻ കഴിയുള്ളൂ. പന്നി ചുട്ടതും അതിൻ്റെ വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടാവും.
അതേസമയത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതിൽ ഭക്ഷണത്തിൻ്റെ എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും അതിന് കിട്ടും. അങ്ങനെ ഒരു സൗകര്യകരമായ യാത്രയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല പുസ്തകങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കപ്പലിൻ്റെ കപ്പാസിറ്റിയും അത് ഉൾക്കൊള്ളുന്ന പെട്രോൾ എത്രയാണ് എന്നും, അതേപോലെ തന്നെ അതിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒരു 8 ദിവസത്തേക്ക് എത്രയാണ് ആകുന്നതെന്നൊക്കെ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം കപ്പൽ യാത്രകൾ പല രീതിയിലാണ്. വളരെ ആഡംബര പൂർണ്ണമായ ഷിപ്പ് യാത്ര ഉണ്ട്. ഇതിൻ്റെ ഡൈനിങ് ഹാൾ അങ്ങനെയാണെങ്കിൽ അതിലെ ഓഡിറ്റോറിയം കണ്ടാൽ ഇതൊരു കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാവില്ല. അപ്പോൾ അക്ബർ ഷിപ്പിലെ കപ്പൽ യാത്രയും അത് രണ്ടും തമ്മിൽ വളരെ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ ഹജ്ജ് യാത്രയിൽ തന്നെയാണല്ലോ ഒരു മരണം സംഭവിച്ചത്. ഹജ്ജ് യാത്രയിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ഹജ്ജ് യാത്രയിൽ കപ്പലിൽ നിന്ന് ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് കപ്പലിൽ തന്നെ എല്ലാ പരിപാടികളും നടത്തി കടലിൻ്റെ അടിയിലേക്ക് താഴ്ത്താറാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അനുഭവത്തിലൂടെ കാണാനുള്ളൊരവസരം എനിക്കുണ്ടായി. ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള സമയമായിരുന്നു. അങ്ങനെ ജിദ്ദയിൽ കപ്പലിൽ കയറാൻ ഒരുപാട് സമയമെടുത്തു. അത് അതിൻ്റെ ഒരു സ്വാഭാവികതയാണ്. ലഗേജ് കയറ്റിയിട്ട് നമ്മൾ കയറാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കൂടി ഒരുപാട് സമയമെടുത്തു. അതിൻ്റെ പേരിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായി ഹാജിമാർക്ക്. അതിൽ ആസാംകാരനൊരു ഹാജി വളരെ ക്ഷീണിച്ച് പരവശനായിരുന്നു. അദ്ദേഹം ഷിപ്പിൽ കയറിയ ഉടനെ തന്നെ അയാൾ മരണപ്പെട്ടു. കപ്പല് തൽക്കാലം അത് സെയിലിംഗ് ആരംഭിക്കുക ചെയ്തത്. അങ്ങനെ അന്ന് രാത്രി പുറപ്പെട്ട അന്ന് രാത്രി തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത്, എന്നിട്ട് സാധാരണഗതിയിൽ കപ്പലിനുണ്ടാവും അതിൻ്റെ നങ്കൂരം ഇടാനുള്ള ഒരു സ്ഥലം, അതിൻ്റെ വലിയൊരു ഇരുമ്പ് ചങ്ങലുള്ള ആ ഭാഗത്തൊരു ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസിലൂടെ ഇതൊരു പെട്ടിയിലാക്കി നേരെ താഴ്ത്തി, എന്നിട്ട് അടിയിലെക്കുമ്പോൾ അതിൻ്റെ ഒരു ചങ്ങലങ്ങ് വലിക്കും. അതോടുകൂടെ മയ്യത്തിങ്ങനെ അടിയിലേക്ക് പോകും. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കപ്പൽ യാത്രയിലെ ഏറ്റവും വലിയൊരു ദുഃഖകരമായ അവസ്ഥ. എന്നാൽ വളരെ സന്തോഷം നൽകുന്നതുമുണ്ട്. കാരണം ഈ ഹജ്ജ് യാത്രയിലുള്ള ക്ലാസ്സുകൾ, അതേപോലെ തന്നെ യമനിൻ്റെ നേരെയുള്ള യലംലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാറ്. അപ്പം ആ സമയത്ത് കപ്പലിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത. കാരണം കാരണം ആളുകളൊക്കെ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കപ്പലിന് സൈറൺ മുഴങ്ങുക. യലംലമിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഒരുങ്ങണം. അത് പറയുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തർ ഒരുക്കം തുടങ്ങിയിട്ടുണ്ടാവും. ഏതായിരുന്നാലും അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്. ആ സമയത്ത് സടകുടഞ്ഞ് എഴുന്നേറ്റ് 32,000-ഓളം ആളുകൾ, അതിൽ വളരെ രോഗികളായും അവശരായൊക്കെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഈ സൈറൺ മുഴങ്ങുന്നതോടുകൂടെ എല്ലാവരും സടകുടഞ്ഞ് എഴുന്നേറ്റ് ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ച് ആ ഒരുങ്ങണ രംഗം ഒരു വല്ലാത്തൊരു രംഗമാണ്. അതൊരു പക്ഷേ എത്ര ഫ്ലൈറ്റിൽ പോയാലും ആ ഒരു അനുഭവം ഉണ്ടാകാൻ കഴിയില്ല.